വിക്രമിന്റെ മുത്തുവിന്റെയും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മുത്തു അവിടെ നിൽക്കണം നമ്മളിത് അരൂരല്ലേ? അരൂര് തുറവൂരിന്റെ ഇപ്പുറത്ത് അരൂര്. അതെ, ആലപ്പുഴ ജില്ല. സ്ഥലത്തിന്റെ പേര് പറ. നട്ട്മെഗ് വില്ല. അല്ല, അത് പ്രോപ്പർട്ടിയുടെ പേരാണത്. നട്ട്മെഗ് വില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി അരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തുറവൂരിന് ഇപ്പുറത്ത്. അപ്പൊ നമ്മള് എറണാകുളത്ത് നിന്ന് ഒരു 1 hour ഡ്രൈവ്, 40 കിലോമീറ്റർ. സംഭവം എന്താ വെച്ചാൽ ഒരു 1 day പരിപാടിയാണ് അല്ലേ? രാവിലെ വരുന്നു, വൈകുന്നേരം ചെക്കൗട്ട് 10 to 5. നമ്മുടെ ഫുൾ ഫാമിലി ഉണ്ട്. ഒരു വില്ലയാണ് ബേസിക്കലി അല്ലേ? കുറച്ച് നല്ല ഒരു ഫാമിലി റൺ ചെയ്യുന്ന ഒരു സിംഗിൾ ഫാമിലി റണ്ണ്. പിന്നെ കുറെ ജാതിക്കയും പ്ലാന്റേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ലേക്ക് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു, അടുത്ത് നമുക്ക് പോയി നോക്കണം. അപ്പോൾ ഒരു സിംഗിൾ ഡേ ഔട്ടിംഗ് പ്രോഗ്രാമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. Welcome to Vikram and Muthu, guys. My name is Adidev. My name is Drishan. My name is Paurnami. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ വീട്. ഇരവിമംഗലം എന്നാണ് പേര്. ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ളൊരു വലിയൊരു ഫാമിലിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ ഒരു 3-4 ജനറേഷൻസ് കഴിഞ്ഞപ്പോഴുള്ള ലാസ്റ്റ് ജനറേഷൻ, പ്രസൻറ്റ് ജനറേഷനാണ് ഇങ്ങനെ അവരുടെ വീടിൻ്റെ ഒരു ഭാഗം ഒരു ദിവസത്തെ പരിപാടികൾക്കായിട്ട്, ഗെറ്റ് ടുഗദറിനും അങ്ങനത്തെ ഒരു മീറ്റപ്പിനൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നട്ട്മെഗ് വില്ല എന്നാണ് ഇതിൻ്റെ പേര്. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ശരിക്കും ഇവരുടെ ഒരു ഗരാജ് ഉണ്ട് ഇവിടെ. ആ ഗരാജിലാണ് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഒരു വുഡൻ സ്ട്രക്ചർ ഉണ്ടോ, അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ പണ്ട് ഒരു പശുത്തൊഴുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിമെയിൻസ് അവരെടുത്ത് വെച്ചിരിക്കുന്നതാണ്, കാത്തു സൂക്ഷിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുന്നു, ഗരാജിൽ വെൽക്കം ഡ്രിങ്ക് വന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് വന്നു. ഫുഡ് നല്ല ലാവിഷ് ഫുഡായിരുന്നു കേട്ടോ, നല്ല റിച്ച് ഫുഡായിരുന്നു. ഒരു കോംപ്രമൈസും ഇല്ല ക്വാളിറ്റിയിൽ. വളരെ നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും ഏകദേശം ഇഷ്ടപ്പെട്ട ഫുഡായിരുന്നു. പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു ഗെറ്റ് ടുഗദർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കുറേ ഫുഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അവർ നല്ലോണം അത് എൻജോയ് ചെയ്തു വന്ന്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മുറ്റം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയൊരു തറവാടാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഇവിടുത്തെ 5ാമത്തെ 6ാമത്തെ ജനറേഷനാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അവർ ഒരു നല്ല കാര്യം ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രഡീഷണൽ ബ്യൂട്ടി ഉണ്ടല്ലോ, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. റെസ്റ്റോറേഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മെയിൻറ്റെയിൻ തന്നെ ചെയ്ത് പോയിട്ടുണ്ട്, അവരൊന്നും ഡിസ്ട്രോയ് ചെയ്യാതെ തന്നെ. അപ്പോൾ ചെറിയ റൂമുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു വുഡൻ വർക്കും അതിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫർണിച്ചേഴ്സും എല്ലാം അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് ആയിട്ടൊരു ഫീലിങ്ങും അതുപോലെ മുകളിലത്തെ മച്ചും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പഴയ തറവാടുകളൊക്കെ പോലെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കാണാനായിട്ട് തന്നെ നമുക്ക്. അപ്പോൾ ഭക്ഷണത്തിനൊക്കെ ശേഷം വളരെ ഹെവി ആയിട്ട് കഴിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഒന്ന് മയങ്ങാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല ചൂടാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് ഇല്ല. നല്ല കാറ്റുണ്ട്, നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അതെനിക്ക് തോന്നുന്നു ഈ കൺസ്ട്രക്ഷൻ്റെയും ഈ തടിപ്പണീൻ്റെയൊക്കെ ആയിരിക്കാം, പഴയ തറവാടുകളിലൊക്കെ ഉള്ള പോലെ തന്നെ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ അവിടെ നമുക്ക് കാണാം പഴയ ജനറേഷൻസിൻ്റെ വരെ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അവരുടെ. അതേപോലെ അവരുടെ പ്രാർത്ഥിക്കാനുള്ള റൂം തനിയായിട്ട് നമുക്ക് കാണാം. ഈ കാണുന്നതാണ് അവരുടെ അടുക്കളയ്ക്ക് അടുത്തുള്ള സ്ഥലം. അടുക്കളയാണ് ഈ ജനലിൻ്റെ അപ്പുറത്ത് കാണുന്നത്. അതിനപ്പുറത്തുള്ള സ്ഥലത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു വൈൻ സെല്ലറുണ്ട് കണ്ടോ, താഴോട്ട് കാണുന്ന വൈൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ കേക്ക് മേക്കിങ്ങും വൈൻ മേക്കിങ്ങും ഒക്കെ ഒരു ബിസിനസ്സായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് ഇവിടെ. അപ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രഡീഷണൽ വേയിൽ തന്നെ കണ്ടോ, വലിയ ഭരണികളിൽ തുണിയൊക്കെ കൊണ്ട് മൂടി നല്ല രീതിയിൽ അവർ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പോഴും ഇതേപോലെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കാണുമ്പോഴേക്കും. ഇപ്പോൾ എല്ലാം ഷോർട്ട് കട്ട്സ് ആണല്ലോ, നമുക്ക് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മൾ നോട്ടീസ് ചെയ്തത് അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ വലിയൊരു കിണറുണ്ട് കേട്ടോ. അവിടെയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ തിലാപ്പിയ ഫാമിലീസ്, കുട്ടികളൊക്കെ ആയിട്ടുള്ള ഫാമിലീസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുത്തു ചെറുതായിട്ടൊരു ഫിഷിംഗ് എക്സ്പെഡിഷനുള്ള തയ്യാറെടുപ്പിലാണ്. പുള്ളി ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 3-4 മീനുകളെ പിടിച്ചിരുന്നു. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് കാണിക്കുവാണ് കേട്ടോ. നമ്മൾ നേരെ പോയിട്ട് ചൂണ്ടിടാൻ പോവാ. സോ ഗൈസ്, ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ, നേരത്തെ നമ്മൾ കാണിച്ച സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ അതിൽ ഫിഷുണ്ട്. പിന്നെ ഇവിടെ ഫിഷിംഗ് റോഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊരു ഫിഷിംഗ് നോക്കാം. നമുക്ക് ഉച്ചയ്ക്ക് കിട്ടിയ കറിയുടെ ബീഫ് ഇട്ടിട്ടാണ് നമ്മൾ ചൂണ്ടിടാൻ നോക്കാം. ഫ്രഷ് ക്യാച്ച് ഗൈസ്.
അല്ലല്ല, ഇത് വേറെ മീനാണ്. ഇതിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു ബോണസ് ആയിട്ട് ഫിഷിങ്ങും. ഇത് നമ്മുടെ 3ാമത്തെ ഫിഷ് ആട്ടോ. 2 നമ്മൾ റിലീസ് ചെയ്തു. ഓക്കെ, എല്ലാം തിലാപ്പി അല്ലേ? എല്ലാം തിലാപ്പി. അവരിവിടെ വളർത്തുന്നതെന്ന് തോന്നുന്നു. അതെ അതെ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഓൾറെഡി എഗ് ചെയ്യാനായിട്ട് വയറിങ്ങനെ നിറഞ്ഞു നിൽക്കുക. നമുക്കപ്പോൾ ഇതിനെ പിടിക്കാം. എന്തിനാടാ അതിന് ഉപദ്രവം? അല്ലെങ്കിലോ ചെയ്യുന്നത് ക്രൂരത. ഈ ഡബിൾ ക്രൂരതയെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് റിലീസ് ചെയ്യാം അല്ലേ? ഓക്കെ, യെസ്, സക്സസ് സക്സസ്. നിങ്ങൾക്ക് പിടിക്കണോ? അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ 2-3 കുളങ്ങളുണ്ട് അടുത്തടുത്തായിട്ട്. ചെറിയ കുളം, വലിയ കുളം, പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ കുളം. അപ്പോൾ നമുക്കിപ്പോൾ പട്ടികളൊക്കെ ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ നാച്ചുറൽ കുളത്തിലോട്ട് പോവാണ്. ഓക്കെ, നാച്ചുറൽ കുളത്തിലോട്ട് പോകാൻ നമുക്ക് പട്ടികളുള്ളതുകൊണ്ട് ചെറിയൊരു അപ്പോൾ ഗൈസ് ഇതാണ് സ്ഥലം. കണ്ട ഒരു ഓൾമോസ്റ്റ് ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു വൈബാണ് ഇവിടെ. തിക്കായിട്ടുള്ള കുറേ ട്രീസൊക്കെ, കൂടുതൽ ഈ നട്ട്മെഗ് ട്രീസ് തന്നെയാണ്, ജാതിപത്രി. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ കുളം. മുത്തൂടെ വൺ സെറ്റപ്പാണ്. ഭയങ്കര പ്രശ്നമാണ്. എന്ത് പറ്റി? ഓ, ഇതിങ്ങനെ ഉള്ളതുകൊണ്ട്. ഓ, നെറ്റ് ഉണ്ട് മൊത്തത്തിൽ. ഓക്കെ, ഇവിടെ കുറച്ച് നെറ്റിൽ കൊടുങ്ങരുത്, അത്രേ ഉള്ളൂ. ഇവിടെ ഉണ്ടാകാൻ വഴിയില്ല. ഇവിടെ വല്ല ആമയൊക്കെ ഉണ്ടാവുക. ആമേനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വലിച്ച് പുറത്തിറക്കാൻ ഭയങ്കര പണിയാണ്. ഇവര് പണ്ടൊന്ന് വളർത്തിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ കേസ് നമ്മളിവിടെ വേണ്ടെന്ന് വെച്ചു. കാരണം ഇവിടെ ഈ നെറ്റൊക്കെ ഇട്ടിരിക്കുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അപ്പുറത്ത് പോവാം. അപ്പോൾ അവിടെ കുളം ഉണ്ടായിരുന്നെങ്കിലും ഫിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഒരു ചെറിയ സർപ്രൈസ് നമുക്ക് കിട്ടിയത്. ഇതാ ഈ കാണുന്ന ഐറ്റം. അപ്പോൾ ഇവിടെ ഫ്രണ്ടിലുള്ള മുറ്റത്ത് ഒരു പിക്നിക് ബാഗും മാറ്റും ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു പിക്നിക് സെറ്റപ്പ് നമുക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിൽ ഫുഡുകളൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ജ്യൂസും ചായയൊക്കെ വെച്ചിട്ട്, പിന്നെ അവരുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം. ഞാൻ പറഞ്ഞല്ലോ അവരുടെ ബേക്കിംഗ് ബിസിനസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സാധനമാണ്. നല്ല രസമുണ്ടായിരുന്നു. The food was really nice, and we can also do a lot of fishing. The food was appam and some ghee rice. Along with that, we had some paneer, chicken curry, and fish. Okay. Oh, we also had beef pidi, which he forgot to mention. Yeah, and you did fishing? Yeah, we also did fishing, which was really fun. We What all did you stayed play? here for one day. Okay. We went fishing. We played football, basketball. Nice. We even played with a frisbee. Oh, okay. Oh, So and the main thing, we can play caroms here. yes. So you recommend everyone to come here? Yeah, so everyone please come here. This is really wonderful. Okay. പിക്നിക് കഴിഞ്ഞ് നേരെ നിങ്ങൾ ഈ ഒരു സീനറി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ഇതാണ് ഒളവൈപ്പ് എന്ന് പറഞ്ഞ സ്ഥലം. നട്ട്മെഗ് വില്ലേൻ്റെ ഓണറാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. പിന്നെ അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ചെക്കൗട്ട് ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒളവൈപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താമെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ നമ്മൾ സൺസെറ്റ് മിസ് ചെയ്യേണ്ടെന്ന് കരുതി വേഗം ഇങ്ങോട്ട് പോന്നു. പക്ഷേ ഇറ്റ് വാസ് വർത്ത് ഇറ്റ് കേട്ടോ. ഈ കാണുന്നതാണ് ഒളവൈപ്പ്. ഇവിടെ 2 സൈഡിലും വെള്ളമാണ്. ഒരു സൈഡിൽ നമുക്ക് സൺസെറ്റ് നല്ല ഭംഗിയായിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. ദിസ് വാസ് എന്താ പറയുക, ഒരു ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമായിരുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ കണ്ടല്ലോ ഇന്നത്തെ വീഡിയോ. സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ ഡീറ്റെയിൽസ് പറഞ്ഞാൽ എവിടെയൊക്കെ പോയി നമ്മൾ സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഈ സ്ഥലത്തിൻ്റെ പേര് ഓളവൈപ്പ്. ഓളവൈപ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. സൺസെറ്റ് പോയിന്റ് ആണ്. അടിപൊളി സെറ്റപ്പായിരുന്നു. ജസ്റ്റ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു 4 കിലോമീറ്റർ അല്ല നമ്മൾ വന്ന സ്ഥലത്ത് നിന്ന് വന്നു. ജസ്റ്റ് ടച്ച് ചെയ്ത് പോയി ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തു. നല്ല വൈബായിരുന്നു. സൺസെറ്റ് കാണാൻ പറ്റി. ക്രൗഡ് ഉണ്ട് കുറച്ച്, എന്നാലും കുറച്ച് റീൽസ് ഒക്കെ എടുത്തു. റീൽസ്, ഫോട്ടോസ്, ചറവറ വേണമെങ്കിൽ കുറച്ച് നമുക്ക് കണ്ട് ആസ്വദിക്കട്ടെ. മറ്റേ സ്ഥലം എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ പോയ സ്ഥലം നട്ട്മെഗ് വില്ല.
ഇറ്റ്സ് ഓക്കെ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അത്ര അങ്ങോട്ട് വലിയ ഇഷ്ടപ്പെട്ടു എന്ന് പറയാനില്ല. ഓക്കെ ജിത്തു? കുഴപ്പമില്ലായിരുന്നു. ഫുഡ് കൊള്ളായിരുന്നു. പിന്നെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യാനായിട്ട് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ക്യാരംസും കാര്യങ്ങളൊക്കെ ആക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിലിരുന്ന് കളിക്കാവുന്നേ ഉള്ളൂ. അതെ അതുകൊണ്ട് അങ്ങനെ പറയാനില്ല. പിന്നെ ഒരു വെറുതെ ഒരു സംഭവം, ഒരു ഗെറ്റ് ടുഗദർ പോലെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടിയിരുന്ന് വർത്താനൊക്കെ പറയാം. നമ്മൾ ഫ്ലാറ്റിലാണെങ്കിൽ അതിന് സമയം കണ്ടുപിടിക്കില്ലല്ലോ. അതെ അത് ശരിയാ. അതാണ് കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് നമ്മളെ അറിയിക്കുക. ഓക്കെ, ബൈ. Thank you. Like, subscribe, and share. Don't forget. Have a good day. So bye. Bye. Bye.